മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈറ്റ് സന്ദർശനം തുടരുന്നു. ഇന്നലെ പുലർച്ചെ എത്തിയ മുഖ്യമന്ത്രി കുവൈറ്റ് ആഭ്യന്തരമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും വ്യാപാര സംഘടനാ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് UDF അനുകൂല സംഘടനകൾ വഞ്ചനാ ദിനം ആചരിക്കുന്നതായി പ്രഖ്യാപിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ മുഖ്യമന്ത്രിയുടെ ആദ്യ ദിനം തിരക്കേറിയതായിരുന്നു. രാവിലെ വിമാനത്താവളത്തിൽ സ്വീകരണത്തിന് ശേഷം ഹോട്ടലിലെത്തിയ അദ്ദേഹം ഉച്ചയ്ക്ക് ബയാൻ പാലസിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അസബാഹിനെയും ധനകാര്യമന്ത്രി ഡോക്ടർ സബി അൽ മുക്കൈസിമിനെയും സന്ദർശിച്ചു. കേരളത്തിലെ വിവിധ മേഖലകളിലെ നിക്ഷേപ സാഹചര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. വൈകിട്ട് ജുമേറ ഹോട്ടലിൽ നടന്ന യോഗത്തിൽ വ്യവസായ പ്രമുഖരും വിവിധ പ്രവാസി സംഘടനാ നേതാക്കളും മുഖ്യമന്ത്രിയുമായി സംവദിച്ചു. പ്രവാസികൾ നേരിടുന്ന യാത്ര, തൊഴിൽ, നോർക്ക ഇൻഷുറൻസ് തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ന് വൈകിട്ട് മൻസൂരിയയിലെ അൽ അറബി സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രവാസി മലയാളികളെ അഭിസംബോധന ചെയ്യും. പൊതുപരിപാടിയിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, ബിസിനസ് പ്രമുഖൻ MA യൂസുഫ് അലി, കൂടാതെ കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. 5000-ലേറെ പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. അതേസമയം മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് UDF അനുകൂല സംഘടനകൾ വഞ്ചനാ ദിനം ആചരിച്ചു. മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് UDF അനുകൂല സംഘടനകൾ ആരോപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള ഈ സന്ദർശനം സർക്കാരിന്റെ പ്രതിച്ഛായ പുനർനിർമ്മിക്കുവാനുള്ള ശ്രമമാണെന്ന് UDF സംഘടനകൾ ആരോപിച്ചു. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.